ഹലോ ഓൾ, വരുന്ന ക്രിസ്മസ് എക്സാമിന് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഷോൺ ബിലോ എന്നാണ് ചോദ്യം. ഇത് ഏറ്റവും സിമ്പിളും അങ്ങനെ ഏറ്റവും എന്താ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കൺസെപ്റ്റ് ആയിട്ടുള്ള 30, 60, 90, 45, 45, 90 വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണിത്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, നമ്മൾ ഇങ്ങനെ ഒരു വര ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇത് 45 എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതും 45 ആകും, ഇത് 90 ആകും. ഈ ചോദ്യത്തിൽ ഇത് 60 ആണ്, അപ്പോൾ ഇത് 30 ആകും, ഇത് 90 ആകും. സോ ഈ ത്രികോണം 45:45:90 ത്രികോണമാണ് അല്ലെ? 45:45:90 45:45:90 ആണെങ്കിൽ നമുക്ക് കാണാതെ പഠിച്ചിരിക്കേണ്ട റേഷ്യോ 1:1:√2 എന്നുള്ളതല്ലേ? 1:1:√2. ഇവിടെ 30, 60, 90 ആണെങ്കിൽ 1:√3:2 എന്നുള്ളതുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണാതെ പഠിച്ചിരിക്കേണ്ടത്. ഈ റേഷ്യോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 45:45:90 എന്ന് പറയുന്ന അതെന്തുകൊണ്ടാണ് ഇവിടെ 45:45:90 വന്നത്? കാരണം ഇവിടെ 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ആവും? 45. ഇത് എത്ര ഡിഗ്രി ആവണം? 90. ഇത് നമുക്കറിയാം, കാരണം ഇത് ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ആണ്. 45, 45, 90, 90, 90, 180. ഇത് 60 ആണെങ്കിൽ ഇത് 30 വന്നേ മതിയാവും. കാരണം ഇത് 90 ആണ്. 90, 60, 150, 150, 30, 180. സോ ഇത് 180 ആയി, ഇതും 180 ആയി. നമുക്കറിയാം ഇവിടെ ചോദിച്ചിരിക്കുന്നത് പാരലോഗ്രത്തിന്റെ ഏരിയ ആണ്. ഏരിയ ഓഫ് പാരലോഗ്രാം ഈസ് ഓൾവേസ് ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇതിന്റെ ഹൈറ്റും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് വളരെ സിമ്പിൾ ആണ്. നോക്കിയേ, 45:45:90 വന്നാൽ 1:1:√2 എന്ന് പറയുന്ന റേഷ്യോയിലെ ആ സൈഡ്സ് വരാവുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ 2 സെന്റിമീറ്റർ ആണ് 90ന്റെ ഓപ്പോസിറ്റ് എന്ന് തന്നിട്ടുണ്ട്. 90ന്റെ ഓപ്പോസിറ്റ് എത്ര സെന്റിമീറ്റർ ആണ്? 2. ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് എത്രയാണെന്ന് തന്നെ തന്നിരിക്കുന്നു? 2. അത് ഒരു കുഴപ്പമില്ല, സെയിം നമ്പർ ആണ്. 2 ആണെങ്കിൽ അപ്പോൾ ഇത് എത്ര വരും? √3. ഇത് എത്രയുള്ളൂ? 1. സോ ഇത് വളരെ സിമ്പിൾ ആയ കാര്യങ്ങൾ. 60യുടെ ഓപ്പോസിറ്റ് ഉള്ളത് നോക്കണം. എത്രയാണ്? √3 റേഷ്യോ. അതിപ്പോ √3, 60യുടെ ഓപ്പോസിറ്റ് √3 തന്നെയാണ് വന്നത്. ഇവിടെ കുറച്ച് എന്താണ് ചേഞ്ചസ് വരുത്തണം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ 90യുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ് വന്നിരിക്കുന്നത്. √2 എന്ന് പറയുന്ന നമ്പറിന് യഥാർത്ഥത്തിൽ √2 എന്ന് പറയുന്ന റേഷ്യോ ആണ് ഉള്ളത്. ഏത് നമ്മൾ കാണാതെ പഠിച്ചു വെക്കുന്ന 45:45:90 എന്ന് പറഞ്ഞാൽ 1:1:√2 ആണ്. നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത് √2നെ ഏതോ ഒരു നമ്പർ x, നമുക്കറിയില്ല, ഏതോ ഒരു നമ്പർ x കൊണ്ട് ഗുണിച്ചപ്പോൾ എന്തായി? 2 ആയി. ഇനി അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും? 2/√2 ആയിരിക്കും. 2/√2 ആയിരിക്കും. ഫർദർ ഇനിയും ചെയ്യാൻ അറിയുന്നവർക്ക് ഈ 2നെ √2 എന്ന് വിളിക്കാം. ഈ √2നെ √2 എന്ന് എഴുതി. √2 വെട്ടിപ്പോയപ്പോൾ ആൻസർ എന്തായി? √2 ആയി. സോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാൻ അറിയുന്നവരുണ്ട്. √2നെ 2 ആക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? √2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഒരു റൂട്ടുള്ള നമ്പറിനെ അതേ റൂട്ടുള്ള നമ്പർ കൊണ്ട് ഗുണിച്ചാൽ റൂട്ട് കളഞ്ഞിട്ട് എഴുതിയാൽ മതി. സോ √2 × √2 is 2. അല്ലെങ്കിലുള്ള മെത്തേഡ് √2 ആയിരുന്നു വരേണ്ടത്, അതിനെ x കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എത്രയായി? 2 ആയി. അങ്ങനെയാണെങ്കിൽ x എത്രയാണ്? 2/√2. ദാറ്റ് ഈസ് √2നെ നമുക്ക് √2 × √2 എന്ന് എഴുതാം. രണ്ടും വെട്ടിപ്പോയി √2. എങ്ങനെ ചെയ്താലും ആൻസർ നമുക്ക് കിട്ടി. √2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 1 √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √2, ഈ 1 √2 കൊണ്ട് ചെയ്യുമ്പോൾ √2. സോ 45ന്റെ ഓപ്പോസിറ്റ് ഇത് √2. അപ്പോൾ ഹൈറ്റ് കിട്ടി. ഇനി സിംപ്ലി നമുക്ക് ഇതിന്റെ ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്രയാണ്? 4. ഹൈറ്റ് എത്രയാണ്? √2. സോ ദ ആൻസർ ഈസ് 4√2 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെയോ √3 ആണ് ഹൈറ്റ് വന്നത്. നോക്കിയാൽ എന്തുകൊണ്ടാണ്? 30, 60, 90 1:3:2 ആണ്. 90യുടെ ഓപ്പോസിറ്റ് 2 തന്നെ വന്നുകൊണ്ട് മാറ്റേണ്ട കാര്യമില്ല. സോ ഹൈറ്റ് √3 ആണ്. ഏരിയ എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് എന്ന് പറയുന്നത് 4ഉം
ഹൈറ്റ് എന്ന് പറയുന്നത് √3 ആണ്. സോ ആൻസർ ഈസ് 4√3 സെന്റിമീറ്റർ സ്ക്വയർ. നോക്കിക്കേ, നമുക്ക് ഇവിടെ രണ്ടിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഉപയോഗിച്ച കൺസെപ്റ്റ് 45 45 90 30 60 90. 45 45 90 1:1:√2, 30 60 90 1:√3:2. ഏരിയ ഓഫ് പാരലലോഗ്രാം ബേസ് ഇൻടു ഹൈറ്റ് ആണ്. ബേസ് നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങളിൽ തരും. ഇവിടെ തന്നിരിക്കുന്ന ബേസ് എത്രയാണ്? 4 സെന്റിമീറ്റർ. ഇവിടെ തന്നിരിക്കുന്ന ബേസ് എത്രയാണ്? 4 സെന്റിമീറ്റർ. ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിന്റെ √2ഉം ഇതിന്റെ എത്രയുമാണ്? √3ഉം നമ്മൾ കണ്ടുപിടിച്ചത്. സോ ഇത്രയാണ് ഈ ഒരു പർട്ടിക്കുലർ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്തത് മോഡൽ 2021 ആണ്. അതായത് 2021 എക്സാമിൽ മോഡൽ എക്സാമിൽ വന്ന ചോദ്യമാണ്. ഇൻ ദ ട്രയാങ്കിൾ PQR ആംഗിൾ Q എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ആംഗിൾ P45ഉം QR 5 സെന്റിമീറ്ററുമാണ് തന്നിട്ടുണ്ട്. എടാ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഇത് 90, ഇത് 45. അപ്പോൾ ഇത് ഉറപ്പായിട്ട് 45 വരണം. കാരണം ഒരു ത്രികോണത്തിൽ മൊത്തം ആംഗിൾ കൂട്ടുമ്പോൾ എത്ര വരണം? 180. സോ ഇത് 90 ആണെങ്കിൽ 45 കൂട്ടുന്നത് എത്രയായിരിക്കും? 90 തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നോക്കിക്കോളൂ, നമുക്ക് ഏത് കൺസെപ്റ്റ് ഉപയോഗിക്കാം? 45:45:90. 45:45:90 ഉപയോഗിക്കുമ്പോൾ എത്രയാ? 1:1:√2. 1:1:√2 ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? 45ന്റെ ഓപ്പോസിറ്റ് 5. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയി. 1 എത്രയായി? 5 ആയി. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്തത് 5 കൊണ്ട്. അപ്പോൾ ഇതും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ആവും. ഈ √2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5√2 ആവും. എത്രയാവും? 5√2. സോ ഇതിന്റെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PR? PR എന്ന് പറയുന്നത് 90യുടെ ഓപ്പോസിറ്റ് ആണ്. നമുക്കറിയാം 45ന്റെ ഓപ്പോസിറ്റ് 1:, 45ന്റെ ഓപ്പോസിറ്റ് 1:, 90യുടെ ഓപ്പോസിറ്റ് √2 റേഷ്യോയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒറിജിനൽ ആയിട്ട് ഉള്ള നമ്പർ ഇട്ട് കൊടുത്തപ്പോൾ 1 5 ആയി. അങ്ങനെയാണെങ്കിൽ 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. സോ ഇതും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 5 5. √2 5 കൊണ്ട് ചെയ്തപ്പോൾ 5√2. സോ 90ക്ക് ഓപ്പോസിറ്റ് എത്രയെന്നാണ് ചോദ്യം? 90ക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 5√2. 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എത്രയാണ്? PR എത്രയെന്നാണ് ചോദ്യം. ആൻസർ ഈസ്, ഇതൊരു MCQ ടൈപ്പ് ചോദ്യമാണ്. ആൻസർ ഈസ് 5√2. ആൻസർ ഈസ് 5√2. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 45 45 90 ത്രികോണം തന്നിട്ട് 45ന്റെ ഓപ്പോസിറ്റ് 5 ആണെങ്കിൽ നോക്കിക്കേ, 1:1:√2. 1ന്റെ ഓപ്പോസിറ്റ് 5 വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ 1ന്റെ ഓപ്പോസിറ്റും 5 വരണം. √2 എത്ര ആവണം? 5√2 ആകണമെന്ന് നമുക്കറിയാം. സോ ദ ആൻസർ ഈസ് 5√2. ഇനി അടുത്തത്, മെഷർ ഓഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ഈസ് 30 ഡിഗ്രി. ഇവിടെ നിങ്ങൾക്ക് കാണാം, measure of the smallest angle of a right angled triangle is 30. ഏറ്റവും ചെറിയ ഒരു ആംഗിൾ എന്നിരിക്കുന്നത് 30 ആണ്. അപ്പോൾ ഉറപ്പിക്കാം ഇത് 60 ആണ്, ഇത് 90 ആണ്. 30 60 90. Length of its smallest side is 6. What is the length of the largest side എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇവിടെ ഏത് കൺസെപ്റ്റ് ഉപയോഗിക്കാം? 30:60:90 കൺസെപ്റ്റ് ഉപയോഗിച്ചാൽ 30:60:90 എന്ന് പറയുന്നത് എത്ര വരത്തുള്ളൂ? 1:√3:2. ഇത് കാണാതെ പഠിച്ചു വെച്ച ഒരാൾക്ക് 30യുടെ ഓപ്പോസിറ്റ് എന്ത് കൊടുക്കാൻ പറ്റും? ഈ ചോദ്യം സിമ്പിൾ ആണ്. 6. 1നെ 6 കൊണ്ട് ഗുണിച്ചാലാണ് 6 ആകുന്നത്. അപ്പോൾ ഇത് എത്രയാവും? 6√3. 2 എത്രയാവും? 2 × 6 12. സിമ്പിൾ. ഒന്നുകൂടെ പറഞ്ഞുതരാം. 30:60:90 ത്രികോണത്തിൽ റേഷ്യോ വരേണ്ടത് 1:√3:2 ആണ്. 30യുടെ ഓപ്പോസിറ്റ് പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 6. അപ്പൊ 6 എന്ന് എഴുതി. 1നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 6 കൊണ്ട് ഗുണിക്കണം. അപ്പൊ √3നെ എത്ര കൊണ്ട് ഗുണിക്കണം? 6√3. 2നെ എത്ര കൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട് ഗുണിച്ചാൽ എത്രയാവും? 12. സോ 30:60:90 is 1:√3:2. That is 6:6√3:12. സോ നമ്മളോടുള്ള ചോദ്യം 60ന്റെ ഓപ്പോസിറ്റ് എത്ര വരുമെന്നാണ്. ഇവിടെ 1നെ 6 ആക്കാൻ 6 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ √3നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 6√3. 2നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 12. സോ ആൻസർ ഈസ് 60യുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ സൈഡ് എത്ര എന്നാണ് ചോദ്യം. 60യുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് 6√3. എത്രയാണ്? 6√3 എന്നാണ് ഉത്തരം വരേണ്ടത്. 1:√3:2. ഓക്കെ. ഇവിടെ തന്നിരിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലാർജസ്റ്റ് സൈഡ്? ലെങ്ത് ഓഫ് ദ ലാർജസ്റ്റ് സൈഡ് ഈസ്
6√3. എത്രയാണ് വരുന്നത്? 6√3. ഈ ലാർജ് സൈഡ് ആണ് ചോദിച്ചിരിക്കുന്നത്, 60യുടെ ഓപ്പോസിറ്റ് അല്ല. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും 60യുടെ ഓപ്പോസിറ്റ് ഉള്ളത് ഇത്, 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് ലാർജ് സൈഡ് വരുന്നത് എത്രയാണ്? 12. സോ ദ കറക്റ്റ് ആൻസർ 6 അല്ല, 3 അല്ല, 18 അല്ല, 12. ലാർജ് സൈഡ് എന്ന് പറയുന്നത് അത് നമ്മൾ എന്നും പഠിച്ചു വെക്കുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. 90ന്റെ ഓപ്പോസിറ്റ് ഉള്ള വശത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയേണ്ടത്? ലാർജസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയേണ്ടത്. ലാർജസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയേണ്ടത് 90ന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ്. അതിന്റെ ലെങ്ത് വന്നത് എത്രയാണ്? 90യുടെ ഓപ്പോസിറ്റ് 12. ഒരിക്കൽ കൂടി പറയാം, 30, 60, 90 വന്നാൽ നമ്മൾ എത്ര എടുക്കുക? 1:√3:2 എടുക്കുക. 1:√3:2. ഇവിടെ 30യുടെ ഓപ്പോസിറ്റ് എത്രയെന്ന് തന്നിട്ടുണ്ട്? 6. സോ 30യുടെ ഓപ്പോസിറ്റ് 6 എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും 6 കൊണ്ട് ഗുണിച്ചു. 6√3, 2നെ 6 കൊണ്ട് ഗുണിച്ചാൽ 12. നമുക്കറിയാം 90യുടെ ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടന്യൂസ് ആണ് ഏറ്റവും വലുത്. അത് എത്രയാണ്? 12. 60യുടെ ഓപ്പോസിറ്റ് ഉള്ളത് അല്ല ചോദിച്ചിരിക്കുന്നത്. 90യുടെ ഓപ്പോസിറ്റ് ഉള്ള ഏറ്റവും വലിയ സൈഡ് എത്രയാണ് കിട്ടി? 12. സോ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ഈ ട്രയാങ്കിൾ ABC ആംഗിൾ B എത്രയാണ് തന്നിരിക്കുന്നു? 90 ഡിഗ്രി. ട്രയാങ്കിൾ ABCക്ക് ആംഗിൾ B 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. AB 3 സെന്റിമീറ്റർ. AB എത്ര സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്? 3 സെന്റിമീറ്റേഴ്സ്. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുക നമ്മളോടുള്ള ക്ലൂ എന്ന് പറയുന്നത് cos A എന്ന് പറയുന്നത് 3/5 ആണെന്ന്. നമുക്കറിയാം cos എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണോ അഡ്ജസന്റ് ആണോ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എന്താണ്? സമീപവശം ബൈ കർണം. cos എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണം. അപ്പോ A യുടെ സമീപവശം ബൈ കർണം. A യുടെ സമീപവശം എത്രയാണ്? 3. A യുടെ ഹൈപ്പോട്ടന്യൂസ് അപ്പോൾ എത്രയാണ് തന്നിരിക്കുന്നത്? 5. അതായത് cos A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്ജസന്റ് സൈഡ് ഓഫ് A, അതായത് സമീപവശം ബൈ കർണം. സമീപവശം 3. ഇങ്ങനെ റേഷ്യോ തന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ sin A 3/5 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് അർത്ഥം? sin A 3/5 ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ A യുടെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണമായാണ്. എവിടെ? ഇത് sin തന്നിരുന്നുവെങ്കിൽ. പക്ഷേ ഇത് cos ആണ് തന്നിരിക്കുന്നത്. cos A എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, സമീപവശം ബൈ ഹൈപ്പോട്ടന്യൂസ്. അതായത് A യുടെ സമീപവശം 3ഉം A യുടെ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് 5 ആണെന്നാണ് അർത്ഥം. നമ്മളോടുള്ള ചോദ്യം വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AC? ഡയറക്റ്റ് ചോദ്യമാണ്. അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 5. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 5. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് AC കിട്ടി എത്രയാണ്? 5 സെന്റിമീറ്റർ. ഇനി അടുത്ത നമ്മളോടുള്ള ചോദ്യം ഫൈൻഡ് sin A എന്നാണ്. sin A വളരെ സിമ്പിൾ. sin A കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇത് 5, ഹൈപ്പോട്ടന്യൂസ് 5, ബേസ് 3. ഹൈപ്പോട്ടന്യൂസും ബേസും തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ വിളിക്കേണ്ട പേരാണ് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇത് ഏതാണ്? ബേസിക് ആയിട്ടുള്ള ഹൈപ്പോട്ടന്യൂസ് തിയറം ആണ് ഇത്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നതാണ്? ബേസ് സ്ക്വയർ കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എത്ര വരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 5 സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ബേസ് എത്രയാ ഇവിടെ? 3. 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. 5 സ്ക്വയർ എത്രയാ? 25. 3 സ്ക്വയർ എത്രയാ? 9. ഞാനത് ഇവിടെ എഴുതുകയാണ്. റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. 5 സ്ക്വയർ 25, 3 സ്ക്വയർ 9. 25ൽ നിന്ന് 9 കുറച്ചാൽ എത്രയാ? 16. 16ന്റെ റൂട്ട് 4. സോ ഇത് ഹൈപ്പോട്ടന്യൂസ് തിയറം ആണ്. ഹൈപ്പോട്ടന്യൂസ് തിയറം അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് A യുടെ ഓപ്പോസിറ്റ് ഉള്ളത് 4 എന്ന് കിട്ടി. ഇത് എല്ലാവർക്കും ചെയ്യേണ്ടി വരില്ല. ഹൈപ്പോട്ടന്യൂസ് തിയറം ഒന്നും എല്ലാവർക്കും ചെയ്യേണ്ടതായിട്ട് വരില്ല. മിക്കവർക്കും തന്നെ 5ഉം 3ഉം ആണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എത്ര വരുമെന്ന് അറിയാം? 4. കാരണം ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. 5ഉം 3ഉം വന്നാൽ ആരേ വരത്തുള്ളൂ? 4. 5 90ന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ബാക്കി ഈ രണ്ട് സൈഡും മാറി മാറി 4ഉം 3ഉം വരുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് നമുക്കറിയാം. സോ ഇനി നമ്മൾ ഇവര് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് sin A യുടെ വാല്യൂ എന്നാണ്. sin A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. A യുടെ ഓപ്പോസിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 4. A യുടെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് 5 ആണ്. സോ അടുത്തതായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് എന്താണ്? sin A.
സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, എയുടെ ഓപ്പോസിറ്റ് ഉള്ളത്, എയുടെ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മൾ കണ്ടുപിടിച്ചു 4. ഈ ഒരു ത്രികോണത്തിലെ ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം 5. സോ കോസ് എ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3/5 സൈൻ എ 4/5 ആയിരിക്കും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ ആ ചോദ്യത്തിൽ ചെയ്യാനുള്ളൂ. ഇതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ കോസ് എ തന്നിട്ടുണ്ട്, എന്നിട്ട് എന്താണ് ചോദിച്ചിരിക്കുകയാണ്, സൈൻ എ ചോദിച്ചിരിക്കുകയാണ്. അടുത്തത് ഫ്രം ദ ഫിഗർ വിച്ച് among the following is tan x. കണ്ടോ, നമ്മൾ തൊട്ടു മുമ്പത്തെ ചോദ്യത്തിൽ സൈൻ എ പിന്നെ കോസ് എ, ഇനി നമ്മളോട് ടാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തിന്റെ ആണ്, ഏതായതിന്റെ ആണ്, എക്സിന്റെ. എടാ ടാൻ എന്ന് പറയുന്നതേ നമുക്കറിയാം. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ആ ഡെഫിനിഷൻ ഓർക്കണം. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതുപോലെ തന്നെ കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർ വശം ബൈ കർണം. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സമീപവശം ബൈ കർണം. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം, എതിർവശം ബൈ സമീപവശം. അപ്പോ ടാൻ എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ എക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് അത് എത്രയാ, 3. അത് ഡിവൈഡഡ് ബൈ എക്സിന്റെ സമീപത്തുള്ളത്, അതായത് അഡ്ജസന്റ്, അത് എത്രയാ, 4. സിംപ്ലി നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടി. ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഉള്ളത് 3, അഡ്ജസന്റ് ഉള്ളത് 4. ആൻസർ ഈസ് 3/4. ആൻസർ ഈസ് 3/4. എംസിക്യൂവിൽ ഇനിയും നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റും. സോ ദ ആൻസർ ഈസ് 3/4. ആൻസർ ഈസ് 3/4. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഏതിന്റെ, എക്സിന്റെ. ഓക്കെ, ആൻസർ ഈസ് 3/4. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ എക്സ് ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. എക്സിന്റെ വാല്യൂ 30 ഡിഗ്രി ആണെങ്കിൽ, അതായത് ആംഗിൾ ടാൻ 30, ടാൻ 30യുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ടാൻ 30യുടെ വാല്യൂ ഇവിടെ വരുന്നത് 3/4 അല്ലേ, 3/4. സോ ടാൻ 30, ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ എക്സ് ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. നമുക്കറിയാം ഇവരതൊക്കെ ചോദിച്ചിരിക്കുന്നത് ടാൻ 30 ആണ്. എത്രയാണ് ചോദിച്ചിരിക്കുന്നത്, ടാൻ 30. ടാൻ 30യുടെ വാല്യൂ നമുക്ക് കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. √3 ആണ്. 0 1/√3, സോറി 1/√3 ആണ്. ടാൻ 30യുടെ വാല്യൂ എത്രയാണ്, 1/√3. സോ ദ ആൻസർ എത്ര വരും, 1/√3. സോ ഇങ്ങനെ ആംഗിൾ തന്നിട്ടുള്ള ചോദ്യത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ ഇത്രയും നിങ്ങൾ പഠിക്കുക. സൈൻ, കോസ്, ടാൻ. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇത്രയും വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. സൈൻ 0യുടെ വാല്യൂ 0, സൈൻ 30യുടെ വാല്യൂ 1/2, സൈൻ 45ന്റെ വാല്യൂ 1/√2, സൈൻ 60യുടെ വാല്യൂ √3/2, സൈൻ 90യുടെ വാല്യൂ 1. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. എന്നിട്ട് കോസ് എങ്ങനെയാണെന്ന് അറിയാമോ, തിരിച്ചെഴുതിയാൽ മതി. 1 √3/2, 1/√2, 1/2, 0. sin 0 0, sin 30 1/2, sin 45 1/√2, sin 60 √3/2, sin 90 1, cos 0 1. തിരിച്ചെഴുതണം. √3/2, 1/√2, 1/2, 0. ഇനി sin by cos ആണ് എന്ത്, tan. അപ്പോൾ 0/1 എത്രയാ, 0. 1/2 √3/2 നമുക്ക് ഡിവൈഡ് ചെയ്യാം. sin by cos ആണ് tan. അപ്പോൾ 2 ഉം 2 ഉം വെട്ടിപ്പോകും. ആൻസർ എത്ര വരും, 1/√3. 1/√2 1/√2 ഡിവൈഡ് ചെയ്താൽ 1. ഇത് √3/2 ഡിവൈഡ് ബൈ 1/2 ചെയ്താൽ 2 ഉം 2 ഉം വെട്ടിപ്പോയിട്ട് ആൻസർ √3/1, ദാറ്റ് ഈസ് √3.
അടിയിൽ 0 വന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, നോട്ട് ഡിഫൈൻഡ്. സോ 1/0 നോട്ട് ഡിഫൈൻഡ്. ഇത്രയും വാല്യൂസ് നിങ്ങൾ കാണാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു മാർക്ക് ക്വസ്റ്റ്യൻ വന്നാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan x if x is equal to 30 degree. ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan x ആ ചോദിച്ചിരിക്കുന്നത്. x ന്റെ വാല്യൂ എത്രയാണെങ്കിൽ 30 ഡിഗ്രി ആണെങ്കിൽ, അപ്പോൾ ഈ ടേബിൾ നല്ലപോലെ കാണാൻ പഠിച്ച ഒരാൾക്ക് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും tan x tan 30 യുടെ വാല്യൂ എത്രയാ 1/√3. 1/√3 ആണ് ആൻസർ. tan x is equal to 30 ആണെങ്കിൽ tan x if x is equal to 30 ഡിഗ്രി ആണെങ്കിൽ tan 30 യുടെ വാല്യൂ എത്രയായിരിക്കും? tan 30 യുടെ വാല്യൂ ദാ tan 30 1/√3. sin 30 എത്രയാ √3/2. sin 30 എത്രയാ 1/2. അപ്പോൾ ഈ ഒരു എത്ര വാല്യൂസ് 1 2 3 4 5 15 വാല്യൂസ് എന്ത് ചെയ്യുക, നമ്മൾ കാണാതെ പഠിച്ചാൽ വളരെ നമുക്ക് ഗുണം ചെയ്യും, ഉപകാരപ്പെടും. അപ്പോൾ അത് പഠിക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് sin 30 ചോദിച്ചാൽ 1/2 ഒറ്റയടിക്ക് എഴുതാം. sin 45 1/√2 അങ്ങനെ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കണ്ടുപിടിക്കാൻ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. ആംഗിൾ A 40 ഡിഗ്രി. ഇനി നമ്മുടെ 30 60 90 45 45 90 എല്ലാം മാറി വേറൊരു ആംഗിൾ വന്നു 40 ഡിഗ്രി. അതുപോലെ AC എത്രയാണെന്ന് തന്നിട്ടുണ്ട് 20. AC എത്രയാണെന്ന് തന്നിട്ടുണ്ട് 20. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് BC ആണ് ചോദ്യം. ഈ BC എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയുള്ള ക്ലൂ sin 40 തന്നിട്ടുണ്ട്, cos 40 കണ്ടിട്ടുണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആണ്. നമുക്ക് വേണ്ടത് ഇതാണ്. 40യുടെ എന്താണ് ഈ സൈഡ് എന്ന് ആലോചിക്കുക. 40യുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. 40യുടെ അഡ്ജസന്റ് സൈഡ് സമീപവശമാണ് ഇത്. 40യുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഇത്. 40യുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഇത്. 40യുടെ അഡ്ജസന്റ് സൈഡ് ആണ് ഇത്. സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് BCയുടെ നീളം എത്ര എന്നാണ്. BCയുടെ നീളം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തെടുത്താൽ മതി? sin 40 എടുത്താൽ മതി. sin 40 is equal to, എന്തുകൊണ്ട് ഞാൻ sin 40 എടുത്തു? കാരണം 40ന്റെ എതിരെയുള്ള വശമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം sin എന്നെടുത്താൽ ഓപ്പോ ബൈ ഹൈപ്പോ ആണ്. cos എന്നെടുത്താൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അത് നമ്മൾ ആലോചിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് BC ആണ്. BC നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 40 ഡിഗ്രി ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 40യുടെ ഓപ്പോസിറ്റ് ആണ് ഏത്? BC. 40യുടെ ഹൈപ്പോട്ടന്യൂസ് ആണ് AC. അപ്പോൾ sin 40 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്താണ് പറയുന്നത്? sin 40 വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് വേണ്ടത്. sin 40യുടെ വാല്യൂ അവർ 0.64 എന്ന് തന്നിരിക്കുന്നു. 0.64 ഈക്വൽ ടു sin എന്ന് പറഞ്ഞാൽ sin 40 എന്ന് പറഞ്ഞാൽ 40ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഡിവൈഡഡ് ബൈ 40ന്റെ ഹൈപ്പോട്ടന്യൂസ്. 40ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് അറിയില്ല, നമുക്ക് അതിനെ എന്തെന്ന് എടുക്കാം? CB ഡിവൈഡഡ് ബൈ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം എത്രയാണ്? 20 ആണ് ഹൈപ്പോട്ടന്യൂസ്. സോ വളരെ സിമ്പിൾ, ഒന്നും കൂടെ പറഞ്ഞുതരാം. 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് ഏത്? CB. സോ ഞാൻ എന്താണ് എടുത്തത്? സൈൻ ആണ് എടുത്തത്. sin 40 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് വരും. sin 40യുടെ വാല്യൂ അവർ 0.64 എന്ന് തന്നിട്ടുണ്ട്. 40യുടെ എതിരെയുള്ളത് CB ആണ്. CB 40യുടെ എതിരെയുള്ളത് ഏതാണ്? CB. അതുപോലെ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് 20 ആണ്. 90യുടെ ഓപ്പോസിറ്റ് ഉള്ളതിനെയാണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കേണ്ടത്. സോ CB by 20. സോ CB കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിവിഷൻ ചെയ്യുന്ന സാധനം ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഇൻറ്റു 0.64 ഇൻറ്റു 20. നമുക്ക് ഈ 20ന്റെ ഈ 0 ഉപയോഗിച്ചത് ഇതിനെ നമുക്ക് എന്താക്കാം? 6.4. അത് ടെൻസ് അല്ലേ? 2 into 10. ആ 10 ഉപയോഗിച്ച് നമ്മൾ ഒരു പോയിന്റ് മുന്നോട്ട് ഇറക്കിയതാണ്. 6.4 into 2 6.4 into 2 എന്ന് പറയുന്നത് എത്രയാണ്? 12.8 സെന്റിമീറ്റർ ആണ് ഇത് CB. ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലാത്തവർ 20 into എന്ത് ചെയ്തിട്ട് 64 ചെയ്യുക. എത്രയാണ് വരുന്നത്? 4 0 0 4 2 8 6 0 0 6 2 12. സോ ആൻസർ വരുന്നത് 1280. നമുക്കറിയാം ഇവിടെ 64 അല്ല ഉള്ളത്, 6.4 ആണ്. അതുകൊണ്ട് ഒരു പോയിന്റ് പുറകോട്ട് ഇടണം. സോ ആൻസർ ഈസ് 64 ആണോ 0.64 ആണോ ഉള്ളത്? 0.64. 2 പോയിന്റ് പുറകോട്ട് ഇടണം. സോ ആൻസർ ഈസ് 12.8.
12.8 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് ഒരു പുതിയ ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് ആംഗിൾ B 90, ആംഗിൾ C 30, ADC 120, DC എന്ന് പറയുന്നത് 10. ഒന്നാമത്തെ ചോദ്യം DAC എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. DAC. അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യം വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AD എന്നാ. AD. അടുത്ത ചോദ്യം ഫൈൻഡ് ദ ആംഗിൾ ADB എന്നാ. ADB. അത് കഴിഞ്ഞിട്ട് നമ്മൾ BD കണ്ടുപിടിക്കണം. AC. വളരെ സിമ്പിൾ ചോദ്യമാണ്, നോക്കിക്കോണം. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാ ആംഗിളുകളും വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 120 ആണെങ്കിൽ ഇത് ലീനിയർ പെയർ ആണ്, അപ്പൊ ഇത് എത്ര ഡിഗ്രി വരത്തുള്ളൂ? 60. ഇത് എത്ര വരത്തുള്ളൂ? 90. 30 ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടും 30. സോ 30, 60, 90. ഇനി ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിലും എത്ര വരാവുള്ളൂ? 180. സോ ഇത് 120, ഇത് 30 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. കാരണം 120യും 30യും എത്രയാ? 150. 150യുടെ കൂടത്ത് 30 കൂട്ടിയാലേ 180 വരത്തുള്ളൂ. എടാ, ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ ലെങ്ത് എത്ര ആയിരിക്കും എന്നാണ്. അവരത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു ട്രയാങ്കിൾ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? കാരണം ഇത് 30, ഇത് 30. രണ്ട് ആംഗിളുകൾ ഒരു ത്രികോണത്തിൽ ഈക്വൽ വന്നാൽ ഇത് എന്ത് ത്രികോണമായിരിക്കും? ഐസോസെലസ് ത്രികോണമായിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ്, അതായത് സെയിം ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ഇത് 10 ആണെങ്കിൽ ഇത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 10 സെന്റിമീറ്റർ. സോ AD നമുക്ക് കിട്ടി 10. അടുത്തത് BD കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. നോക്കിക്കേ, 30, 60, 90 എടുത്താൽ മതി. 30, 60, 90 എടുത്താൽ 1:√3:2 ആണ്. 1:√3:2 ആണ്. 30:60:90. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന 90യുടെ ഓപ്പോസിറ്റ് 10 ആണെന്നാണ് നമ്മൾ. അതെങ്ങനെ കിട്ടി? ഐസോസെലസ് ത്രികോണം. ഇത് 10 ആണെന്ന് കിട്ടി. 90യുടെ ഓപ്പോസിറ്റ് ഇത് 10 ആണെങ്കിൽ 2നെ എത്ര കൊണ്ടാണ് ഗുണിക്കണ്ടേ? 5. 2നെ 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടില്ലേ? അപ്പോൾ ഇവിടെ 5നെ കൊണ്ട് ഗുണിക്കുമ്പോൾ 5√3, 1നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 5. സോ 5:5√3:10. 5:5√3:10. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഇയാൾ 5√3 ആകും. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഇയാൾ 10 ഓൾറെഡി തന്നിട്ടുണ്ട്. 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഇയാൾ, അതായത് 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ BD 5 സെന്റിമീറ്റർ ആകും. BD എത്ര സെന്റിമീറ്റർ ആവും? 5 സെന്റിമീറ്റർ. ഇനി ഇത് 5√3 കിട്ടി, ഇത് 5 കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന AC നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി കാണും. വലിയ ത്രികോണം എടുക്കുക. വലിയ ത്രികോണം എടുത്താൽ ആംഗിൾ A ഫുൾ എത്രയാ? 60. വലിയ ത്രികോണം എടുത്താൽ C എത്രയാ? 30. സോ 30, 60, 90 ആണ്. വൺസ് അഗൈൻ 30, 60, 90. നോക്കിക്കേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എളുപ്പമുള്ളത് എടുക്കാം. ഏതാ? 60. നമുക്ക് ഈ റേഷ്യോ അത് എഴുതാം. 1:√3:2. 1:√3:2. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി. 30യുടെ ഓപ്പോസിറ്റ് എത്രയായി? 5√3. അതെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെടുക്കാം? 60യുടെ ഓപ്പോസിറ്റ് 15 എന്ന് തന്നിട്ടുണ്ട്. 60യുടെ ഓപ്പോസിറ്റ് √3 വരേണ്ട സ്ഥാനത്ത് 15 വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് 5√3. ഞാൻ 5√3 അത് ഉപയോഗിച്ച് ചെയ്യാൻ പോവുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതാണ് കൂടുതൽ എളുപ്പം. കാരണം 1 5√3 ആയി. 1 എത്രയായി? 5√3. അപ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. 1 എന്നുള്ള 5√3 ആയാൽ ഗുണിച്ചത് എത്ര കൊണ്ടാണ്? 5√3 കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കൊണ്ട് ഗുണിക്കണം? 5√3 കൊണ്ട് തന്നെ ഗുണിക്കണം. ഇവൻ എത്ര കൊണ്ട് ഗുണിക്കണം? 5√3 കൊണ്ട് തന്നെ ഗുണിക്കണം. സോ നോക്കിയേ, 5√3 എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ഇതെന്താകത്തുള്ളൂ? 5√3. അങ്ങനെയാണെങ്കിൽ √3നെ 5√3 കൊണ്ട് ഗുണിച്ചപ്പോൾ ഞാൻ തൊട്ട് മുമ്പിൽ ഏതോ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിരുന്നു, റൂട്ടുള്ള രണ്ട് നമ്പേഴ്സിനെ സെയിം നമ്പേഴ്സിനെ ഗുണിച്ചാൽ റൂട്ട് ഇല്ലാതെ വരും. സോ 5√3, 5 into 3 15, 2 into 5 10√3. നോക്കിക്കേ, നമുക്ക് ആൻസേഴ്സ് എല്ലാം ആയിട്ടുണ്ട്. 60യുടെ ഓപ്പോസിറ്റ് കറക്റ്റ് 15 വന്നിട്ടുണ്ട്. 5 10 കൂട്ടുമ്പോൾ എത്രയാ? 15. 15 വന്നിട്ടുണ്ട്. 30യുടെ ഓപ്പോസിറ്റ് 5√3. ഓക്കെ, സെറ്റ് ആണ്. 5√3. 60യുടെ ഓപ്പോസിറ്റ് 15, അതും സെറ്റ് ആയി. അടുത്തത് 90യുടെ ഓപ്പോസിറ്റ് ഉള്ള ഈ വലിയ ആളിനെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ആൻസർ കിട്ടി. എത്രയാണ്? 10√3. എത്രയാണ്?
10√3 എന്ന് കിട്ടി. സോ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ത്രികോണത്തിൽ നിന്ന് ആംഗിളുകളെല്ലാം കണ്ടുപിടിക്കുക. ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ ഈ ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് ഈ ത്രികോണം ഐസോസെലസ് ആണെങ്കിൽ ഇതും 10 ഇതും 10 ആയിരിക്കും. രണ്ടും 10 ആണ്. സോ ഇത് 10 ആണെന്ന് കിട്ടി. വീണ്ടും നമ്മൾ ഈ ത്രികോണത്തിൽ ഈ 10 യൂസ് ചെയ്തിട്ട് 30, 60, 90 ഇട്ട് കൊടുത്ത് റേഷ്യോ കണ്ടുപിടിച്ചു 5ഉം 5√3. എന്നിട്ട് ഈ വലിയ ത്രികോണത്തിൽ 30, 60, 90 ഡിഗ്രി യൂസ് ചെയ്തു. അതിനുവേണ്ടി ഞാൻ 30യുടെ ഓപ്പോസിറ്റ് ഏതെടുത്തു? 5√3 എടുത്തു. റേഷ്യോ ഏതാണ്? 1:3:2 ആണ് വരേണ്ടത്. 1ന് ഓപ്പോസിറ്റ് എത്ര വന്നു? 1ന് വരേണ്ടടത്ത് അല്ലെങ്കിൽ റേഷ്യോ 1 ആണ്. അതിന്റെ യഥാർത്ഥമായി ഇപ്പൊ വന്നിരിക്കുന്ന 5√3 ആണ്. ഇട്ട് കൊടുത്തു. അപ്പൊ 1 5√3 ആണെങ്കിൽ അവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 5√3 കൊണ്ട്. ഞാൻ എല്ലാത്തിനും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 5√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം ഈ 5√3, 15, 10√3 എന്നുള്ളതിനെയും നമ്മൾ വെട്ടിക്കുറച്ച് വരികയാണെങ്കിൽ, കട്ട് ഓഫ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് 1:3:2 എന്ന് തന്നെ കിട്ടും. സോ ഇത് എന്ന് പറയുന്നത് ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി, ലീനിയർ പെയർ, ഐസോസെലസ് ട്രയാങ്കിൾ, അതുപോലെ 30, 60, 90 ട്രയാങ്കിൾ. ആ ഒരു ഇത്രയും പറഞ്ഞ കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഒരു ഫിഗറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 90യേക്കാളും കൂടുതൽ 180 ഡിഗ്രി ഉള്ള ത്രികോണങ്ങളാണ്. ഇനി 190നെക്കാളും കുറവ് ഉള്ള ത്രികോണങ്ങൾ, അതായത് 60 ഒക്കെ വന്നാൽ നമുക്കറിയാം ഹൈറ്റ് അകത്ത് വരച്ചു കൊടുത്താൽ മതി. ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ പോലെ അതൊരു പാരലോഗ്രത്തിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അവിടെയും നമ്മൾ അകത്താണ് വരച്ചു കൊടുത്തത്. അതായത് ആംഗിൾ അക്യൂട്ട് ആണെങ്കിൽ 90 ഡിഗ്രിയേക്കാളും കുറവാണെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? അകത്ത് വരച്ചു കൊടുത്താൽ മതി. എന്ത്? ഹൈറ്റ്. ആ ഹൈറ്റും ഇത് ഉറപ്പായിട്ടും തന്നിട്ടുണ്ടാവും. ബേസ് ഈ ഹൈറ്റ് 30, 60, 90 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ കൊണ്ട് ഈ ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ ഏരിയ കിട്ടും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഉള്ളിൽ ഹൈറ്റ് നമുക്ക് വരച്ചു ചേർക്കാൻ പറ്റില്ല. ഹൈറ്റ് നമ്മൾ വരയ്ക്കേണ്ടത് പുറത്തായിരിക്കണം. ഇങ്ങനെ വരച്ചു ചേർക്കണം. ഇങ്ങനെ ഒരു ഫിഗർ വന്നിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് 150. നമുക്കറിയാം ഇത് രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ ആണ്. 180 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി. ഇത് 180 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. ഇത് 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി. ഇത് 60ഉം 30ഉം ആണെങ്കിൽ ഇത് എത്രയാ? 90. കാരണം ഇത് ഉറപ്പായിട്ട് ഹൈറ്റ് ആണ്, പെർപെൻഡിക്കുലർ ആണ്, 90 ആണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് ഏതാണ്? 30, 60, 90 കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. 30, 60, 90 കൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. 30യുടെ ഓപ്പോസിറ്റ് തന്നിട്ടില്ല, 90യുടെ ഓപ്പോസിറ്റ്. ഓക്കെ, റേഷ്യോ എഴുതുന്നു 1:√3:2. 90യുടെ ഓപ്പോസിറ്റ് 2 വരേണ്ടിയിടത്ത് 12 വന്നു. അപ്പോ ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 6 കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 6√3. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6√3. 30യുടെ ഓപ്പോസിറ്റ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6. 30യുടെ ഓപ്പോസിറ്റ് എത്ര വന്നു? 6. ഹൈറ്റ് എത്രയാണ് ഈ ഫിഗറിന്റെ? 6 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 6 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ഒരിക്കലും ഇത് മൊത്തമായിട്ട് എടുക്കരുത്. ഇതാണ് ബേസ്. 15 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 6. 2ൽ 2 എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. 6ൽ 2 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 15 ഇൻറ്റു 3 എത്രയാ? 45 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് ഏരിയ. ഒരിക്കൽ കൂടി പറയാം, ഇത് 150. 150 ആണെങ്കിൽ ഇത് 30. ഇത് 30 ആണെങ്കിൽ ഇത് 60. കാരണം 30, 60, 90 ട്രയാങ്കിൾ. 30, 60, 90 ഡിഗ്രി ട്രയാങ്കിളിൽ 90ക്ക് ഓപ്പോസിറ്റ് ഞാൻ എത്ര എടുത്തിട്ട് വരേണ്ട റേഷ്യോ 1:√3:2. പക്ഷെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് എത്രയായി? 6√3. ഇത് എത്രയായി? 6 ആയി. സോ 30യുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് 6. ഹൈറ്റ് എത്രയാണ് കിട്ടി? 6. സോ ഹാഫ് പി എച്ച് എത്ര വരും? ഹാഫ് ഇൻറ്റു 15 ഇൻറ്റു 6. 2 6 വെട്ടിക്കളഞ്ഞു 3. 15 ഇൻറ്റു 3 45 സെന്റിമീറ്റർ സ്ക്വയർ. In triangle ABC, the length of AP is 10. AP യുടെ ലെങ്ത് 10. What is the length of BP? BP യുടെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്കറിയാം 45
45 90 ആണ് ഈ ട്രയാങ്കിൾ വരുന്നത്. കാരണം ഇത് 90 45 135 ആയി. 135ന്റെ കൂടെ 45 കൂടെ കൂട്ടിയാലേ 180 വരത്തുള്ളൂ. സോ ഇത് 90 45 45 45 45 90 90 90 180. സോ നമുക്കിപ്പോ പിടി കിട്ടിയ കാര്യം എന്താണെന്ന് വെച്ചാൽ 45 45 90. ഇതൊന്നും നോക്കാനില്ല, നോക്കേണ്ടവർക്ക് നോക്കാം. ഏത് വെച്ചിട്ട് 45 45 90 എന്നീ റേഷ്യോ വെച്ചിട്ട് നമുക്ക് 1:1 റൂട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. 1:1 റൂട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 45 45 സെയിം അല്ലേ, ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ, അത് തന്നെയാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഐസോസിലസ് ആവുമ്പോൾ ഇത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇതും. അപ്പൊ ഇതും എത്രയായിരിക്കും 10 സെന്റിമീറ്റർ. 45 45 90 വന്നാൽ 45ന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡുകൾ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇത് 10 വന്നാൽ ഇതും എത്ര തന്നെ ആയിരിക്കണം, 10 തന്നെ ആയിരിക്കണം. ഓക്കെ, ഇത് 10 വന്നാൽ ഇത് 10. കാരണം ഇത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ, ഇത് സെയിം ബേസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്തായിരിക്കണം, ഈക്വൽ. ഇത് 10 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കണം, 10. സോ രണ്ടും 10. അപ്പൊ ലെങ്ത് ഓഫ് ബിപി എത്ര സെന്റിമീറ്റർ, 10. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പിസി? പിസിയുടെ ലെങ്ത് എത്രയാണ്? അതേതാ ഡിഗ്രി ട്രയാങ്കിൾ? ഇത് 90 ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടും 90 വരണം. ഇത് 30 ആണെങ്കിൽ ഇത് എത്രയാ, 60. ഏത് അപ്ലൈ ചെയ്യണം? 30 60 90 ട്രയാങ്കിൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. 30 60 90 ട്രയാങ്കിൾ അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പൊ ഇത് 10 കിട്ടി. ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, പി സി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പി സിയുടെ ലെങ്ത് ആയി. പി സിയുടെ ലെങ്ത് ആയി. ചിലപ്പോൾ അവര് ഇവിടെ ചോദിച്ചിട്ടില്ല, അടുത്ത നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. അപ്പൊ ബേസും കിട്ടി, ഹൈറ്റും കിട്ടി, ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പി സി കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ഏത് ട്രയാങ്കിൾ ആണ്? 30 60 90 ട്രയാങ്കിൾ ആണ് എടുക്കേണ്ടത്. സോ 30 60 90 എന്ന് പറയുന്നത് 1:√3:2 ആണ്. 1:√3:2. ഞാൻ ഇവിടെ നോക്കുമ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് നമ്മുടെ ഭാഗ്യത്തിന് ഇവിടെ 10 തന്നിരിക്കുന്നു. 30ക്ക് ഓപ്പോസിറ്റ് 10, അതായത് 1:10 ആയി. അത് എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 10. സോ ഇവിടെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 10√3. ഇത് 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 20. സോ നമുക്ക് വേണ്ടത് 60യുടെ ഓപ്പോസിറ്റ് ആണ്. 60യുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 10√3. അത് എന്തുകൊണ്ടാണ്? √3 1 10 ആയി. 30ന്റെ ഓപ്പോസിറ്റ് വന്നത് 10. സോ 1നെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ 10. അപ്പോ എല്ലാത്തിനെയും 10 കൊണ്ട് ഗുണിക്കണം. √3 × 10 10√3. 2 × 10 20. നമുക്ക് വേണ്ട 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളതല്ല, അവർ ചോദിച്ചിരിക്കുന്ന പി സി എത്രയാണ്? പി സി ഏതിന്റെ ഓപ്പോസിറ്റ് ആണ്? 60യുടെ ഓപ്പോസിറ്റ്. എത്രയാണ് ആൻസർ? 10√3. എത്രയാണ് ആൻസർ? 60യുടെ ഓപ്പോസിറ്റ് 10√3 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഏരിയ ചോദിച്ചാൽ ടോട്ടൽ ബേസ്. ഇതിപ്പോ ഇനി കൂട്ടി വെക്കാൻ പറ്റില്ല, കാരണം ഇതൊരു റൂട്ടുള്ള നമ്പർ വന്നു. ഇത് 10 + 10√3 എന്നാണ് ഇതിന്റെ ടോട്ടൽ. ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. എന്തിനാണ്? ബി സി ബേസ് ആക്കിക്കൊണ്ട് ഇത് ഹൈറ്റ് ആക്കിക്കൊണ്ട് ഹാഫ് ബി എച്ച് എടുത്താൽ മതി. ഇനി പി സിയുടെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ബി സിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും 20√3 എന്നൊന്നും എഴുതി വെച്ചേക്കരുത്. 10 + 10√3 ആണ് ആൻസർ. 10 + 10√3. കാരണം √3 ഉള്ള നമ്പേഴ്സ്, √3 ഒരു എന്ത് നമ്പറാണ്? റൂട്ടുള്ള നമ്പറാണ്. റൂട്ടുള്ള നമ്പർ റൂട്ട് ഇല്ലാത്ത നമ്പറുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കൂട്ടി വെക്കാൻ പറ്റില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് 120 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഇത് 4, ഇത് 4. നമ്മൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. കാരണം ഓർമ്മിക്കാം 4 4 രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈ വലിയ ത്രികോണം ഐസോസിലസ് ആണ്. അങ്ങനെ ഐസോസിലസ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ നിന്ന് സെന്ററിലേക്ക് വരയ്ക്കുന്ന വര, അല്ലെങ്കിൽ ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന വര ഇതിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അത് ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. എന്താണെന്ന് വെച്ചാൽ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ തേർഡ് വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന വര ഇതിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സോ ഇത് 4. അപ്പോൾ ഇത് എത്രയായിരിക്കും? 120 ആണെങ്കിൽ ഇത് 60. ഇത് എത്രയാ? 90. ഇത് എത്രയാ? 30. ഇത് എത്രയാ? 90. ഇത് എത്രയാ? 60. ഇത് എത്രയാ? 30. നമ്മൾ അതാണ് പ്രിലിമിനറി നമ്മൾ ഇതിൽ ചെയ്യേണ്ട കാര്യം. എല്ലാ ആംഗിൾസും മനസ്സിലാക്കുക. അടുത്ത ഇൻ ദ ഫിഗർ AB = AC = 4 cm, ആംഗിൾ A = 120. ആംഗിൾ B എത്രയായിരിക്കും? ഐസോസിലസ് ത്രികോണമാണിത്. ഇത് 120 ആണെങ്കിൽ ബാക്കി രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 60. കാരണം 120ന്റെ കൂടെ 60 കൂട്ടിയാലാണ് 180. സോ ഇത് 60 വരണം.
രണ്ടും ഈക്വലും ആകണം. സോ ബിയും സിയും എത്ര ഡിഗ്രി വീതമായിരിക്കും? 30 ഡിഗ്രി. ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി സി. എയിൽ നിന്ന് ബി സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതിനെയാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമുക്ക് എല്ലാം കണ്ടുപിടിച്ചേക്കാം. അപ്പോ നോക്കി, ഇത് 4 തന്നിട്ടുണ്ട്. നമ്മൾ 30, 60, 90 എടുക്കുന്നു. ബേസിക് ഇക്വേഷൻ എഴുതുന്നു. 1:√3:2. 90യുടെ ഓപ്പോസിറ്റ് ആണ് ഇവർ ഇത് 4 എന്ന് വന്നിരിക്കുന്നത്. 90യുടെ ഓപ്പോസിറ്റ് എത്രയാണ് വന്നിരിക്കുന്നത്? 4. അപ്പൊ 2 4 ആണെങ്കിൽ വളരെ സിമ്പിൾ. 2 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പോൾ ഇവിടെയും 2 കൊണ്ട് ഗുണിക്കണം, ഇവിടെയും 2 കൊണ്ട് ഗുണിക്കണം. സോ 2:2√3:4. 2:2√3:4. സോ 30യുടെ ഓപ്പോസിറ്റ്, 30 എവിടെ? 30യുടെ ഓപ്പോസിറ്റ് ഇത് എത്രയാണ് വരേണ്ടത്? 2. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 30യുടെ ഓപ്പോസിറ്റ് എത്രയാണ് വന്നത്? ഈ ഒരു പർട്ടിക്കുലർ ട്രയാംഗിളിൽ 2 ചെയ്തു വന്നപ്പോൾ. സോ perpendicular distance from A to BC is 2 cm. എത്ര സെന്റിമീറ്റർ ആണ്? 2 സെന്റിമീറ്റർ. ഇനി ഒരു പക്ഷേ ഈ BC യുടെ നീളം എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് വരും? 60യുടെ ഓപ്പോസിറ്റ് കിട്ടിയത് എടുക്കുക. എത്രയാ? 2√3. സോ ഇത്രയും ഭാഗം 2√3, ഇത്രയും ഭാഗം 2√3. സോ BC is equal to എത്ര വരും? 2√3 plus 2√3. രണ്ടും 4 4√3. എങ്ങനെയാണ് റൂട്ടുള്ള നമ്പേഴ്സ് കൂട്ടേണ്ടത്? റൂട്ടിന്റെ അകത്തുള്ളത് സെയിം ആണെങ്കിൽ ആ അകം നിലനിർത്തിയിട്ട് പുറം കൂട്ടി വെക്കുക. 2 2 കൂട്ടുമ്പോൾ 4. സോ ദ ആൻസർ ഈസ് 4√3. ഇനി അടുത്തത്, two sides of a parallelogram are 20 centimeters and 10 centimeters. If the angle between them is 40 degree. നമ്മൾ അപ്പം ഇവർ തന്നിരിക്കുന്ന ഈ ക്ലൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പടം വരയ്ക്കണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് two sides of a parallelogram are 20 centimeters. ഇത് ഒരെണ്ണം 20, ഇത് 10. പാരലോഗ്രത്തിന്റെ പ്രോപ്പർട്ടി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. സോ ഇത് 10, ഇത് 20. 20 centimeter. If the angle between them is 40, ഈ ആംഗിൾ 40 ആണ്. ഈ ആംഗിൾ എത്രയാണ്? 40 ആണ്. What is the height of parallelogram? നമ്മളോട് ഹൈറ്റ് ചോദിച്ചിരിക്കുന്നത്. നേരെ ഇവിടെ നിന്ന് ഒരു വര ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 10ഉം 20ഉം ആണ് നമ്മുടെ സൈഡ്സ്. സൈഡ്സിന്റെ നടുക്കുള്ള ആംഗിൾ 40 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആ ഒരു പാരലോഗ്രത്തിന്റെ ഹൈറ്റ് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഹൈറ്റ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്, നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെയോ ഫൈൻഡ് ഏരിയ ഓഫ് പാരലോഗ്രാം. ബേസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് കണ്ടുപിടിച്ചാൽ BH എടുത്താൽ മതി. ക്ലൂവും തന്നിട്ടുണ്ട്. sin 14, cos 14, tan 14 തന്നിട്ടുണ്ട്. സോ ഞാൻ ഒന്നും കൂടെ ആ ട്രയാംഗിൾ ആ മുകളിൽ ഫോം ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇത് എത്രയാണ്? 10 സെന്റിമീറ്റർ. ഓക്കെ, ഇത് ടോട്ടൽ ആണ് 20. അതുകൊണ്ട് നമുക്ക് അത് എഴുതാൻ പറ്റില്ല. സോ ഇത് 10 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഒരു പെർപെൻഡിക്കുലർ താഴത്തേക്ക് വരച്ചു, അതാണ് ഇത്. എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ഇത് എത്രയെന്ന് തന്നിട്ടുണ്ട്? 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഈ സൈഡാണ്. ഞാൻ അതിനെ ഹൈറ്റ് എന്ന് വിളിക്കുക. അതായത് ഇതാണ് നമ്മുടെ ഹൈറ്റ്. ആ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തെടുക്കണം? ആലോചിക്കുക, 40യുടെ എന്ത് സൈഡാണ് ഹൈറ്റ്? ഓപ്പോസിറ്റ് സൈഡ്. സോ sin 40 is equal to opposite side divided by hypotenuse. അല്ലെ സൈന്റെ ബേസിക് ഇക്വേഷൻ ആലോചിക്കണം. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഞാൻ h എന്ന് എടുത്തു. ഹൈപ്പോട്ടന്യൂസ് 90ന്റെ ഓപ്പോസിറ്റ് ആണ്. എത്രയാണത്? 10. സോ sin 40യുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 0.64. ഈ 10 ഇങ്ങോട്ട് വരുമ്പോൾ into 10 is equal to h. So answer is 6.64 into 10. 10 കൊണ്ട് ഗുണിച്ചാൽ ഒരു പോയിന്റ് മുന്നോട്ട് ഇറക്കിയാൽ മതി. നമുക്ക് എല്ലാവർക്കും അറിയാം ആൻസർ is 6.4. So the answer is 6.4 is equal to height. ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിനോട് തുല്യമായിരിക്കും, 6.4നോട് തുല്യമായിരിക്കും. 6.4 ആണ് ഹൈറ്റ്. അപ്പോൾ നമ്മുടെ ഹൈറ്റ് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? 6.4 സെന്റിമീറ്റർ ആണ് കിട്ടിയിട്ടുണ്ട്. ബേസ് എത്രയാ? 20. സോ ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്രയാ? 20. ഹൈറ്റ് എത്രയാ? 6.4. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തായിരുന്നു. ഈ ഇൻറ്റു എങ്ങനെയാണെന്ന് കാണിച്ചു തന്നായിരുന്നു. 20 into 6.4 64 വരും. 20 into 6.4 എത്ര വരും? 64. 64 into 2 88 സെന്റിമീറ്റർ സ്ക്വയർ. സോറി 64 വരും. 64 into 2 88 അല്ല, 64 128 അല്ലേ? 128 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 128 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. കാരണം 20 into 64 ചെയ്യുക. ചെയ്തിട്ട് എത്ര പോയിന്റ് പുറകോട്ട് ഇടുക? ഒരു പോയിന്റ് ഇടുക. ഇത് ചെയ്യുമ്പോൾ 64
into 2 128. ഒരു 0 കൂടി ഇടുമ്പോൾ 1280 വരും. 6.4 ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് ആൻസർ will be 128 cm square.